അല്ലാഹു പൂർണ്ണമായ ഈമാൻ തരട്ടെ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യബ്ന ആദം അൽ മൗതു യക്ശിഫു സ്വാഖ്. ഓ മനുഷ്യ, മരണം നിന്റെ എല്ലാ രഹസ്യങ്ങളെയും പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാം മറ്റുള്ളവരെ കാണാതെ മറച്ചു വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ നമ്മളെക്കാലം വരെ ചെയ്ത തെറ്റുകൾ നമുക്കെന്നറിയാം. വലിയ തെറ്റൊക്കെ വ്യഭിചരിച്ചാലൊക്കെ ജീവിതത്തിൽ ആദ്യകാലമാണ് കള്ളു കുടിച്ചാൽ അത് മറന്നു. നിരവധി വട്ടം കള്ളു കുടിച്ചാൽ എത്ര വട്ടം കുടിച്ചെന്നുള്ളത് വർദ്ധവസരങ്ങളൊന്നും മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെ ഇത്രയും വയസ്സിന്റെ ഇടയിൽ നമ്മൾ ചെയ്ത എന്തെല്ലാം തെറ്റുകളുണ്ടോ ആ തെറ്റുകളൊക്കെ നമ്മളെ മെമ്മറിയിൽ കൊണ്ടുവരും. ഖുർആൻ പറയുന്നുണ്ട് കാമസൂറത്തിൽ ഇന്നതാ നിന്റെ കണ്ണിന്റെ മുടിയെ നമ്മൾ നഷ്ടം ചെയ്യുകയാണ്. നിന്റെ കണ്ണിന് വല്ലാത്ത കാഴ്ചയാണ്. നിന്റെ കണ്ണ് വല്ലാത്ത കാഴ്ചയുള്ള കണ്ണായ മാറുകയാണ്. ചെയ്ത തെറ്റുകളൊക്കെ നമ്മളെ പറയുന്നു. അതുകൊണ്ട് മോനെ എന്നോട് പറയാനുള്ള ഒന്ന് ഇതാണ്. നീ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് ചെറുതല്ലേ എന്ന് തോന്നിപ്പോകരുത്. തെറ്റിന്റെ വലിപ്പവും ചെറുപ്പവുമല്ല, ആരോടാണ് ചെയ്യുന്നത് എന്നാണ് വേണ്ടത്. സാധാരണ ഒരു കൂട്ടുകാരനെ മുത്തമിട്ട് പോലല്ല പാപ്പന്റെ മുത്തമിച്ചല്ല. പിന്നെ അത് സഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വാപ്പനൊരടിയടിച്ച് ഉമ്മനെ ഒരടിയടിച്ചാൽ അത് മറന്നുപോലെ അതിങ്ങനെ തേറ്റി കളിക്കും. പക്ഷേ വേറൊരടിയടിച്ചാൽ പിന്നെ കൊടുക്കണം. ആരോടാ ചെയ്യുന്നത്? ആരോടാ ചെയ്യുന്നത്? അല്ലാഹുവാണെങ്കിലോ അവനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ്. ആ ഉന്നതനായ റബ്ബിനോടാണ് നീ ചെയ്യുന്നത് എന്ന് കേൾക്കുന്നു. ആ ഒരു ചിന്ത നിനക്കുണ്ടാകണം. അതിന്റെ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ് فإنك لا تدري بأي ذنب الله عليك. ഒരു ചെറിയ തെറ്റ് പോലും നീ അത് നിസ്സാരമായി കാണരുത്. കാരണം ഏത് തെറ്റിനാണ് അല്ലാഹുവായ എന്റെ കോപം അടങ്ങിയത് എന്ന് നിനക്ക് പറയാൻ കഴിയൂല. ഞാൻ കഴിഞ്ഞ ഒരിക്കലും നടന്നു പോകാനോ ഒരു പുസ്തകത്തിന്റെ ചെറിയൊരു പ്രശ്നം, ആ ചെറിയ ഒരു പ്രശ്നം കാരണമായി ഒരാൾക്ക് നരകത്തിലും കിടക്കാം, ഒരാൾക്ക് സ്വർഗ്ഗത്തിലും കിടക്കാം. ആ പുസ്തകത്തിന്റെ രണ്ടാം കഷ്ണം കണ്ട ഉടനെ തന്നെ അല്ലാഹു ഇതാരായി വേണ്ടത് പുസ്തകമാണല്ലോ, അതൊക്കെ നോക്കണ്ട, വേഗം എടുത്ത് കണ്ണിനപ്പുറത്ത് പുറത്ത് വെച്ച്
പറഞ്ഞില്ലേ, ഒരു 19 കൊല്ലം നിസ്കരിച്ചതിനേക്കാൾ കൂലി ഒരു പ്രശ്നം. അതേ പുസ്തകത്തെ പ്രസംഗം കാരുടെ തട്ടിക്കാനിട്ട് ആട് കാടുകളുണ്ടാവും. എനിക്ക് പുസ്തകം തട്ടിക്കട്ടി ഒരു പക്ഷേ ഒറ്റ തട്ടിപ്പ് മതിയാവും. കഴിഞ്ഞ കാലം ചെയ്ത മുഴുവൻ അമലങ്ങളും പൊളിഞ്ഞിട്ട് ഇതല്ലേ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ദാഹിച്ച നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ടാണ് ബനൂ ഇസ്രായേലിലുള്ള ഒരു വ്യഭിചാരിയായ പെണ്ണ് സ്വർഗത്തിൽ കടന്നതെന്നും ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിലാണ് ഒരു നല്ല മനുഷ്യൻ നരകത്തിൽ കടന്നതെന്നും ഹദീസ് പഠിപ്പിക്കുന്നില്ല. നരകത്തിൽ കിടക്കുന്ന കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ തെറ്റ് പോലെ നിസ്സാരമായി കാണുന്നത്. കാരണം നിനക്കറിയില്ല ഏത് തെറ്റിനാണ് അല്ലാഹുവിന്റെ കോപം അടങ്ങിയത്. അടങ്ങിയ തെറ്റാ ചെയ്തെങ്കിൽ നരകത്തിൽ പോകാൻ ഒരു 4 ചോദ്യം. ഒന്നാമത്തെ യബ്ന ആദമ ഹൽ അസൈതനി ഫതഖത്ത ഖദമി ഫതഖിലത. യബ്ന ആദമ ഹൽ അഹ്സൻത ലിമൻ അസാഅ. യബ്ന ആദമ ഹൽ അഫൗത ലിമൻ ബലഗക. യബ്ന ആദമ ഹൽ കല്ലംത ലിമൻ ഹജറക. ابن آدم هل وصلت لمن كفرك. وإني لا أنظر إلى صوركم ولكن أنظر إلى قلوبكم. നീ ശരിയായ ഈമാനുള്ള മനുഷ്യനാണെന്ന് അതറിയാനുള്ള 5 കാര്യങ്ങൾ. ഒന്നാമത് മനുഷ്യ ഹൽ അസൈതനി ഫതഖത്തറനി ഫതഹൈതഹു. നീ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് ആ തെറ്റിന്റെ പിന്നാലെ പോയി തെറ്റ് ചെയ്യാൻ അടുത്തപ്പോൾ എന്നെ ഓർമ്മ, എന്റെ ദേഷ്യം ഓർമ്മ, എന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തു, എന്റെ നരകത്തെ കുറിച്ച് ഓർത്തു, എന്നിട്ട് ആ തെറ്റ് ചെയ്യാതെ നീ തിരിച്ചു പോകുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആരെയും ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് പഠിച്ചോനെ പേടിച്ചിട്ട് ഒഴിവായി. അങ്ങനെയാണല്ലോ ഖുർആൻ മാസങ്ങളിൽ ഒരാൾ പഠിച്ചോനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അമ്മന്റെ മകളെ ഒരിക്കലെങ്കിലും വിഭജിക്കാനുള്ള ഒരവസരം കാത്തിരുന്ന എനിക്ക് വിഭജിക്കാനുള്ള 100% അവസരവും കൊണ്ടുവന്നപ്പോഴേ ഇത്തക്കില്ലാതെ വാർത്താപ്പെട്ട് പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഭയം വന്നു. ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടി അങ്ങനെ നമ്മൾക്കാർക്കെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു തെറ്റ് സിനിമ കാണാൻ പോയി ലേഖ കണ്ട നിൽക്കുകയാണ്, ടിക്കറ്റ് എടുക്കാതെ. അപ്പോഴാണ് മനസ്സിൽ ഓർമ്മ ആരോട് ചോദിച്ചു, ഈ ലീവറായതിന് മുമ്പിൽ കള്ള വാങ്ങാൻ നേരം ഹെൽമെറ്റ് കുറെ ചെറുപ്പക്കാര് ഹെൽമെറ്റ് എന്തിനാന്ന് വെച്ചാൽ പഠിച്ചോ കാണാനല്ല, റോഡ് കൊണ്ടുകൊണ്ട് പോകട്ടെ, ബാപ്പേ ദേശനോ മഹല്യാനോ അയൽവാസോ തിരിയാതെ ഹെൽമെറ്റ് കൊണ്ട് കണ്ടിട്ടു. അത് അല്ലാഹുവിനെ പേടിച്ചിട്ടല്ല. കല്ല് കൊണ്ടിരിക്കാൻ പോയ ഒരാളെ മനുഷ്യനെ മാപ്പാക്കാനല്ലാതെ കുടിക്കോലൊക്കെ പറ്റിപ്പോയതാണ് എന്നൊരു ചിന്ത വരിക. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തിരിച്ചു പോരുക, തൗബ ചെയ്യുക. അല്ലാതെ
വ്യഭിചരിക്കാൻ പോയവരാരെങ്കിലും വ്യഭിചാരത്തിന്റെ എല്ലാ മാർഗങ്ങളും കൊണ്ടു വന്നിട്ട് റഹ്മാനായ റബ്ബിനെ മനസ്സിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞവരാരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അതാ ചോദ്യം. ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയും അപ്പോഴേക്കും എന്റെ ദേഷ്യം, എന്റെ ശിക്ഷ മനസ്സിൽ ഓർമ്മ വരികയും ആ തെറ്റ് ചെയ്യാതെ തിരിച്ചു പോരുകയും ചെയ്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പഠിച്ചവന് അവനവനോ. രണ്ടാമത്തെ ചോദ്യം, നിന്നോട് തെറ്റ് ചെയ്തവർക്ക്, തിന്മ ചെയ്തവർക്ക് ആർക്കെങ്കിലും നീ നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? മനുഷ്യനോട് ചോദിക്കാം, നിന്നോട് തിന്മ ചെയ്തവർക്ക് ആർക്കെങ്കിലും നീ നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിന്റെ റോഡിന്റെ വീടിന്റെ പണി, നിന്റെ വീടിന്റെ പണയപ്പണി കല്ലൊന്ന് അപ്പുറത്തെത്തിക്കാൻ, അല്ലെങ്കിൽ സിമെന്റ് ഒന്ന് അപ്പുറത്തെത്തിക്കാൻ ഒരാളുടെ പറമ്പിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കൊണ്ടുവരുന്നത്. ആ സാധനം എത്തിച്ച് കെട്ടിക്കൊടുക്കുകയും അയാളെ കാല് മുടിച്ചൊരുക്കി. പിന്നെന്താ, ഒന്നോ അപ്പുറത്ത് ഇറക്കിയിട്ട് അത് ആളെ വെച്ചിട്ട് അങ്ങോട്ട് ചുമന്ന് കൊണ്ടുപോയി കൂലി കൊടുത്തു. അങ്ങനെയാണ് അയാളെ മോളെ പണി ഒടുക്കിയത്. നിനക്കൊരു പണിപ്പുണ്ടാവില്ല, എന്റെ നേരെ അപ്പുറത്തെ അവന്റെ പണികള് മോളെ പോലെ പണി. അവിടുത്തെ സാധനത്തിന്റെ ലോറി പോകണം, ലോറി പോകണമെങ്കിൽ നിന്റെ സ്ഥലത്തോട് പോകണം. അയാളെ വന്നിട്ട് എന്റെ മോളെ പലപ്പോഴേ ഞാൻ ലോകം കൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ. വേറെ പണി നോക്കണം നേരെ മറിച്ച് നീ പറയാണ്, അതിന് നമുക്ക് അയൽവാസികളല്ലേ അങ്ങോട്ട് കൊണ്ട് നന്മ ചെയ്യേണ്ടവർ. അത് പിന്നെ റോഡ് റോഡ് എടുത്തോളി അങ്ങനെ പറയാൻ കഴിയണം. എന്നാൽ അതാണല്ലോ റഹ്മാനായ റബ്ബിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടി. റഹ്മാനായ റബ്ബ്, റഹ്മാൻ ആർക്കും കൊണ്ടിരിക്കുന്നു. സുബൈദിക്കാനാണ് രാവിലെ അവനോട് ചായ കഴിക്കുക, നിൽക്കാൻ 10 മിനിറ്റ്. ദുനിയാവിൽ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നവനാണ് റഹ്മാൻ. എന്ത് ചെയ്താലും, നീ എന്ത് തെറ്റ് ചെയ്താലും, കള്ള് കുടിക്കുന്ന ആളുകൾക്ക് കള്ളം കൊണ്ട് കുടിച്ചിട്ട് ഒരൊറ്റ വട്ടം ആ ഉള്ളിലെത്തിയ കള്ള് പുറത്തേക്ക് മൂത്രയ്ക്കാൻ അവസരം പഠിച്ചാണ് കുടുങ്ങിയില്ല. പക്ഷെ റബ്ബ് അങ്ങനല്ല. റഹ്മാനായ എത്ര കള്ള് കുടിച്ചാലും ഒരു മൂത്രയിച്ചു ഒരൊറ്റ വട്ടം കൊണ്ട് വന്ന് അവനെ കടന്നടിക്കാൻ പോയി. അല്ലാഹ് അങ്ങനെ ചെയ്യുന്നവനോട് എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഹലീമാണ് അല്ലാഹു, സബൂറാണ് അല്ലാഹു. ഹലീം എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കാൻ കഴിവുള്ളവനാണ്. അതൊന്നും കാണിക്കില്ല. ആ കാണിക്കാതിരിക്കുന്ന സ്വഭാവം നിന്നിലുണ്ടോ? നിന്നോട് തിന്മ ചെയ്തവർക്ക് ആർക്കെങ്കിലും നീ നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ടോ?
വോട്ട് നടന്ന മുനിസിപ്പാലിറ്റിയിലേക്ക് 26-ാം വാർഡിൽ ജയിച്ചു പോയ മെമ്പറാണ്. ആ മെമ്പറോടാണ് ഒരു സാധുവായ പക്ഷം പോയിട്ട് പറഞ്ഞ് എനിക്ക് പോരല്ല, അതിന് ലോണല്ലെങ്കിൽ എന്റെ പൈസ മനസ്സിലാക്കി തരണമെന്ന് വന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മറ്റൊരു ഇവനാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. നിന്നോട് തിന്മ ചെയ്തവർക്ക് നീ നന്മ ചെയ്യണം. റോഡിന്റെ സ്ഥലത്തരാത്തവർക്ക് അവർക്ക് ആവശ്യമുള്ളപ്പോ മോനെ എടുത്തോന്ന് പറയാൻ മാത്രമല്ല, ആണെങ്കിൽ റോഡാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ മറ്റൊരു ഖേദം അല്ലെങ്കിൽ പ്രതിഖേദം. അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. നിന്നോട് തെറ്റ് ചെയ്തവർ, തിന്മ ചെയ്തവർ, അവർക്ക് നീ നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എങ്കിൽ നിന്നെ അല്ലാഹുവിന്റെ വേണം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. കഴുത്തിലുള്ള പുതപ്പ് പിടിച്ച് വലിച്ച് തല വീണ് വേദനയായി അല്ലാണ്ട് തിരിഞ്ഞിരുന്നാണ് കൊടുത്തിട്ടില്ല. നമ്മൾ ഇനി അടുത്തത് ചോദ്യമാണ്, നിന്നോടെന്തെങ്കിലും ഒരക്രമം ചെയ്തവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? നിന്നോട് അക്രമം ചെയ്തവർ അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒരു മോട്ടോർ സൈക്കിളിൽ പോണ അല്ലെങ്കിൽ കാറിൽ പോണ കാർ ഓടിപ്പോയി നേരം ആരും ഒരാളെ കൊല്ലാൻ വേണ്ടി ഓടിപ്പോയാൽ പക്ഷേ അബദ്ധത്തിൽ ഒരു മോട്ടോർ സൈക്കിളിന് തട്ടിയിട്ട് ഒരു ഭാര്യയുണ്ടായിരുന്നു, ഭർത്താവുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞു മരിച്ചു. മോട്ടോർ സൈക്കിൾ കേസായി. അയാൾ കേസ് വിധേയമാണ്. അയാളുടെ ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട അയാൾക്കാണെങ്കിലോ 6 5 മക്കളുണ്ട്. അയാളെ ജീവപര്യന്തം തടവിന് ജയിലിൽ കിടന്നാൽ ഈ 6 മക്കളും അനാഥരാണ്. ആ ബാപ്പയും ഒന്ന് മാപ്പ് ചെയ്തു കൊടുത്താൽ ഇയാൾ രക്ഷപ്പെടും. അനുഭവിക്കട്ടെ എന്ന് പറയും. ഒരാളുടെ നോക്കി അനുഭവിക്കട്ടോ, കേട്ട ബന്ധങ്ങളല്ലോ. മാപ്പ് ചെയ്യാൻ ശ്രമമുണ്ടോ? ആ മാപ്പ് ചെയ്യാനുള്ള നിന്നോട് ചെയ്തവനോട് മാപ്പ് ചെയ്യാനുള്ള മനസ്സിനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ അല്ലാഹുവിന്റെ വേണം. നിന്നെന്തെങ്കിലും ഉപദ്രവിച്ചു, നിന്നെ പറയുന്ന തല്ലി, ആ തല്ലിയവനോട് പകരം വീട്ടല്ല, നീ ഉയർന്നവനായി അവൻ താഴ്ന്നവൻ. മാപ്പാണല്ലോ അഫുണ്ടാകുമ്പോഴാണ്, തവാദുഉം അഫുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ വലിയവനാണ്. മനുഷ്യൻ വലിയതാകാൻ അല്ലാഹു തആലയോട് ശിർക്കല്ലാത്ത എന്ത് പാപം ചെയ്താലും ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നേരത്തെ നേരം മനസ്സ് കൊടുത്തിട്ട് നീ ഒരു മഹാതെറ്റ് ചെയ്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ മനസ്സ് വേദനിച്ചുകൊണ്ട് നീ കൈനീട്ടിയാൽ തീർച്ചയായും അല്ലാഹു തീർച്ചയായും സ്വീകരിക്കും. യബ്സുതു യദഹു ഫിന്നഹാരി ലിയതൂബ മുസീഅൻ
പകലിൽ തെറ്റ് ചെയ്തു പോയവർ കൈകൾ ഉയർത്തുന്നുണ്ടോവെന്ന് നോക്കിയിട്ട് ആ കൈകൾ സ്വീകരിക്കാൻ രാത്രിയിൽ അല്ലാഹു കാത്തിരിക്കുകയാണ്. പകല് മുഴുവൻ അല്ലാഹു കാത്തിരിക്കുകയാണ്. രാത്രിയിൽ ആരെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ, അവൻ മാപ്പ് ചോദിക്കുന്നുണ്ടോ എങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാൻ നമ്മൾ കാലം വിളിച്ചാലും ഇന്നലെ പറയാതെ വന്നു സാറേ എന്റെ ദേശം ഞാൻ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു നോക്കി. എന്തിനാന്ന് വെച്ചാൽ ഞാൻ നോമ്പായ 2 പ്രാവശ്യം പൊരുത്തപ്പെടണം കാര്യമായ ഒന്നാമത്തെ ഫലം അതിന്റെ അർത്ഥം ഈ പൊരുത്തപ്പെടോലാന്ന് പറഞ്ഞവൻ അഹങ്കരിച്ചവന് അല്ലാഹുവിന്റെ മേൽ അവൻ അഹങ്കരിച്ചിരിക്കും. പഠിച്ചവനെ എന്ത് തെറ്റാണ് ചെയ്താലും മാപ്പ് ചോദിച്ചാൽ ചെയ്യുന്നില്ലേ അവന്റെ മനസ്സിൽ അഹങ്കാരമാണ്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇന്നാലിന്നോട് തെറ്റ് ചെയ്തതിന്റെ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നവരാരടാ അവന്റെ നമുക്ക് ഞാൻ പുറത്തു കൊടുത്തു. നിന്റെ സർവ അമലുകളും ഞാൻ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ അധികാരം ഞാൻ പെട്ടതാണ് തെറ്റി. ആ തെറ്റിയത് എന്റെ മനസ്സ് പറഞ്ഞ ഉടനെ ചെയ്ത് തെറ്റായി പോയതാണ് മാപ്പ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞ സലാം പറഞ്ഞു മാപ്പാക്കുന്നു. സാധാരണ ചിലർ പറയുന്ന മേച്ചാൽ ഞാൻ പോകൂല, മേച്ചാലും പോകൂല, എന്റെ പണി നോക്കും പറഞ്ഞ രക്ഷപ്പെട്ടു അല്ല പറയുമ്പോൾ ഞാൻ പുറത്തു അവന്റെ ഞാൻ മാപ്പാക്കി നിന്റെ അമല പൊളിച്ചു. കാരണം അത് പറയാനുള്ള അധികാരം നിന്നോട് അക്രമം ചെയ്തവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? നിന്നോട് സംസാരിക്കാത്തവനോട് മിണ്ടാത്തവനോട് നീ പോയി സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരാൾ വന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണുങ്ങളോട് വേണ്ടിയിട്ട് 6 മാസമായി. അപ്പൊ ഞാൻ ആരോട് തിരിച്ചറിച്ചു, നിങ്ങൾ ഓളോട് വേണ്ടിയിട്ട് എത്ര മാസമായി? ഓടക്കോട്ട് കൊണ്ടാക്കാൻ നിങ്ങൾ ഓളോട് വേണ്ടി എത്ര മാസമായി ചോദിക്കുകയാണെന്ന് പറയുന്നില്ല. നിങ്ങളോടൊപ്പം നിങ്ങളെ പോലെ വന്നിട്ട് പെണ്ണുങ്ങളെന്ന് പറയുന്നത് വേണ്ട. നിങ്ങൾ പെങ്ങളെ പോലെ പോയിട്ട് ഒരു സലാം പറയും എന്നിട്ട് നാളെ വരുന്നത്. എന്നാൽ നിങ്ങളെ പെങ്ങളോട് വേണ്ടിയിട്ട് 6 മാസമായി. നിങ്ങൾ പെങ്ങളോട് ഇന്നലെ വേണ്ടി നോക്കിയിട്ടുണ്ട് അങ്ങനെ പറയാം. അതല്ലാണ്ട് 6 മാസമായി കഴിഞ്ഞിട്ട് ഒരു ഫോൺ ചെയ്തില്ല, ഒരു ഫോൺ ചെയ്തില്ല, ലൈവായിട്ട് കണ്ടിട്ടില്ല. പിന്നെ പെങ്ങളെന്നുള്ള പറഞ്ഞ നീ അങ്ങോട്ട് വിളിച്ചിട്ടല്ലേ? ഇവിടെ റബ്ബ് ചോദിക്കുന്നത് നിന്നോട് മിണ്ടാതെ പടങ്ങി നിൽക്കുന്നവരോട് നീ പോയിട്ട് സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല അറിയാവോ? അങ്ങനെ പോയി നീ സംസാരിച്ചിട്ട് അവൻ സംസാരിക്കുന്നില്ല എങ്കിൽ നീ
പോയിട്ട് സലാം പറയണം. അദ്ദേഹം സലാം മടക്കിയാൽ നിങ്ങൾ രണ്ടാളും രക്ഷപ്പെട്ടു. സലാം മടക്കാതിരുന്നാൽ നീ രക്ഷപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു. ഇതിലൊക്കെ വേറെ സംഭവമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങളുണ്ടാവും, അത് പരിഹരിക്കപ്പെട്ടാലേ അവനോട് നേരെയാണോ എന്ന് പറയുന്ന യേശുമാരും വചനന്മാരും ഭക്തന്മാരും. അത് ശരിയായിട്ട് പരിഹരിക്കപ്പെടേണ്ടതാണെന്നല്ല പറയുന്നത്. വാപ്പ മരിച്ചു, 20 സ്ഥലങ്ങൾ നല്ല വരുമാനമായ സ്ഥലം. വാപ്പ മരിച്ചിട്ട് 15 കൊല്ലമായി, ഇതുവരെ മുതലോലിച്ചിട്ടില്ല. എന്താ ചെയ്യുന്നത്? മൂത്ത എട്ടന് അങ്ങനെ കൊണ്ടെടുക്കുക, വിറ്റ് ഇവര് പറഞ്ഞു അത് ഓലിച്ചിട്ട് ഞങ്ങളെ ഒരു ഇനി ഇവൻ ഇവരുടെ മുഴുവനും അവർക്ക് രണ്ടാൾക്കും അവകാശപ്പെട്ടത് അവനോട് പിടിച്ച് അത് കൊടുക്കാതിരിക്കുന്ന കാലത്തോളം അവരുടേതിൽ കൂടി അവരെ പൊരുത്തല്ലാതെ ഇവന് ഇവന്റെ മക്കളും തിന്നാല് മക്കളും നൽകുള്ളൂ. വലിയ പ്രശ്നല്ലേ? അപ്പോഴാണ് ഞാൻ അവരോട് സലാം പറഞ്ഞിട്ട് ഈ ഭൂമി മുഴുവൻ കൈവശം വെച്ചിട്ട് ഒന്നും കൊടുക്കാണ്ട് എടുത്തിങ്ങനെ പോയി സലാം പറയാനല്ല, അതിനേക്കാൾ മുമ്പ് കൊണ്ടുപോയി ഭൂമിയാണ്. അത് കൊടുത്തിട്ട് പോയി സലാം പറഞ്ഞു, എന്നിട്ട് മടുക്കില്ലേ പറയും. അപ്പൊ നേരത്തെ പറഞ്ഞോ അത് മാപ്പാക്കി കൊടുത്തോളൂ. അള്ളാഹുവിന്റെ കൽപ്പനല്ലേ, അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹുവിന്റെ നിയമത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? നാളെ മനുഷ്യൻ മരിച്ചു, ഒരാൾ മരണപ്പെട്ട് 1-2-3 ദിവസം കഴിഞ്ഞപ്പോ 2 മക്കൾ വന്നു. ഉസ്താദേ, ഞങ്ങളെ ഉമ്മ പെങ്ങളെ വരയിലാണ്, പെങ്ങളെ മക്കളെ നോക്കണം, ഭർത്താവിടല്ല, പെങ്ങളെ പെട്ടെടുക്കാണ്, ഇങ്ങനെയാണ്. അടുമ്മ ഞങ്ങളെ കുടുംബത്തിന് യോഗം കൂടിയിട്ട് ഇതിരിക്കാൻ തീരുമാനിച്ചത്. കുഴപ്പത്തോടെ കുടുംബം കൂടിയിട്ട് ഇതിരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ രാത്രി യോഗം കൂട്ടിയിട്ട് നിസ്കരിക്കുന്നില്ലാന്ന് തീരുമാനിക്കുന്നത്. നമുക്കുള്ള കുടുംബത്തിലെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്, നിസ്കരിക്കുന്നില്ല തീരുമാനിക്കുന്ന കൂട്ടി അത് നിർബന്ധം. നിസ്കരിക്കാൻ നിർബന്ധമല്ലേ? അത് വേണ്ടാന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അതിനാണ് ഇത്തയും അള്ളാഹു കണക്കാക്കിയ നിർബന്ധമായ അമല. അത് വേണ്ടാന്ന് തീരുമാനിക്കാൻ ഒരു കരുക്കൾക്ക് അധികാരമില്ല, ഒരു പണക്കാർക്ക് അധികാരമില്ല. വേറെന്താ വന്ന് പറയുന്നത്? ഞങ്ങൾ എത്ര ഞങ്ങളെ 40 ദിവസം ഇരിക്കാനാണ് ഇവനോട് പറഞ്ഞത്. 40 ദിവസം ബാക്കി ഞങ്ങൾ വേണ്ടെന്ന് ചോദിച്ചു. അത് ആരോട് വെച്ചിട്ട്? ആരോട് വെച്ചിട്ട്? 4 മാസവും 10 ദിവസവും എത്തിരിക്കണമെന്ന് പഠിച്ചാൽ പറയുന്നതല്ലോ. നിങ്ങൾ 40 ദിവസം ആക്കിയിട്ട് ബാക്കിയുള്ളത് വെട്ടിക്കുറക്കാൻ ഏത് റബ്ബാണ് അധികാരമുള്ളത്? 4 മാസവും 10 ദിവസവും എത്തിയിരുന്നേ പറ്റുന്നത്. ചിലർ മനസ്സിലാക്കിയാൽ കുടുംബം തീരുമാനിക്കാൻ. ആര് പറഞ്ഞ് കുടുംബം തീരുമാനിക്കാൻ? ഖുർആനാണത്. والذين يتوفون منكم ويذرون أزواجا يتربصن بأربعة أشهر وعشرا. 4 മാസവും 10 ദിവസവും എത്തിരിക്കണം. ഒരു പെണ്ണെ ഭർത്താവ് മരിച്ചു പോയാൽ അത് കഴിഞ്ഞ
എന്നിട്ട് ഒരു കൊല്ലം അത് ഇവിടെ ആദ്യം നിക്കാഹ് ചെയ്ത ആളെ മരിച്ചുപോയി. ഗൾഫിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതാ. നിക്കാഹ് വൈകുന്നേരം ചെയ്തു, അന്ന് രാത്രി തന്നെ ഗൾഫ് പോയതാ. ഒരു ആണെ തൊടിയെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ കുട്ടിനെ വേറെ മരിച്ചിട്ടെത്രയായി? മരിച്ചിട്ട് 3 ദിവസം. ഞാൻ പറഞ്ഞ 4 മാസവും 10 ദിവസവും അപ്പോഴത്തെ ഇട്ടിരിക്കൽ നിർബന്ധമാണ്. അതിന്റെ ശേഷം വിവാഹാന്വേഷണോ വിവാഹം നടത്തലോ മുട്ടായി കൊടുക്കലോ കാണാൻ വരലോ ഒക്കെ പാടുള്ളൂ. അതിന്റെ ഒപ്പ ചെയ്യല് ഹറാമാണ്. അപ്പൊ ഓ കണ്ടിട്ട് പോലും നിക്കാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓളെ പറയാ 4 മാസവും 10 ദിവസവും ഈ പഠിക്കണം. അത് ഇത് അങ്ങനത്തതാണ്. നേരെ നിക്കാഹ് കഴിഞ്ഞ് രാത്രി ചെയ്ത് ഗൾഫിൽ പോയി 2 മാസം നല്ല ഫോണും പൈസ എക്കലവും സംസാരവും ഒക്കെ ഉണ്ടായി. 3-ാമത്തെ മാസം ഒരു ഫോണിനെന്താ പറഞ്ഞു തെറ്റി, നിന്നെ ഞാൻ 3 തലാക്കില്ല. ഇവരാണെങ്കിലോ തൊട്ടിട്ടില്ല, ഇവര് നടന്നിട്ടില്ല. 10 മണിക്കാണ് ഓൻ പറഞ്ഞത്, പിന്നെ നിന്നെ ഞാൻ 3 തലാക്കില്ലേ. 10:30 മണിക്ക് ഓളെ പറഞ്ഞ തൊട്ടിച്ചെടുത്തോളി, ഒരു കുഴപ്പമില്ല. അതിന് തിരിക്കണ്ട. മരണപ്പെട്ടായിരിക്കണം. തലാഖിയായി അവൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിക്കണം, അല്ലെങ്കിൽ തിരിക്കണം. അതൊക്കെ വേറെ നിയമങ്ങൾ പറയാം. ഞാൻ പറഞ്ഞു വന്നതല്ല. നിന്നോട് പണങ്ങി നിൽക്കുന്നവരോട് നീ പോയിട്ട് സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ? മനസ്സിലാണെങ്കിൽ അങ്ങനെ വേണം. അടുത്ത ചോദ്യം, നിന്റെ കുടുംബ ബന്ധം മുറിക്കാൻ നോക്കിയവരെ നീ കുടുംബ ബന്ധം ചേർത്തിട്ടുണ്ടോ? മോന്റെ കല്യാണം ഒരാളോടെന്തറിയാം, മോന്റെ കല്യാണത്തിൽ എന്റെ മൂത്ത മക്കളെയും മക്കളെയും മാത്രം ഞാൻ വിളിച്ചു. അത് 2 മാസം മുമ്പേ മോന്റെ കല്യാണം കഴിഞ്ഞു, എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി വിളിക്കേണ്ടത് മോളെ. അതിന്റെ കിട്ടൂലെങ്കിൽ പഠിച്ചാലും മൂത്ത മക്കളെ കല്യാണം കല്യാണം നമ്മളെ പോലെ വിളിച്ചിട്ടില്ല. മനുഷ്യൻ ഇഷ്ടപ്പെട്ട മനുഷ്യനാണെങ്കിൽ പകരം വീട്ടില് ആദ്യം പോലെ പോയി. എന്റെ മോളെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ വിളിക്കാൻ എന്നോട് മറന്നുപോയതായിരുന്നു. നിന്നെ മറന്നു പോകാൻ വേണ്ടി ആദ്യം വിളിക്കുന്നത് എന്നെ മക്കളെയാണ്. ഒരു വാക്കാട്ട് പറഞ്ഞാൽ ഓളത്തിന് പറ്റും. അതിന് പറയാനുള്ള മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചത്, നിന്റെ കുടുംബബന്ധം കുറിച്ചവനെ ആ കുടുംബബന്ധം ചേർക്കാൻ നീ ഉത്സാഹിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രവർത്തനമാണ്. ഞാൻ നിങ്ങളെ മഞ്ചോ പവറോ നിങ്ങളെ വേഷവിധാനമോ സൗന്ദര്യമോ അതൊന്നും എനിക്ക് കാണേണ്ടതില്ല. നിങ്ങളെ കൽബിന്റെ ഉള്ളിലേക്കാണ് ഞാൻ നോക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നന്നാവേണ്ടത് ഇത് നല്ല സോപ്പൊക്കെ വെച്ച് നല്ലോണം കുളിച്ച് കുറച്ച് ക്രീമൊക്കെ പരിപാടി നല്ല സൗന്ദര്യമൊക്കെ കിട്ടും. ഏത് മനുഷ്യനും ചെറുപ്പക്കാരൻ
അങ്ങനെയല്ല മോളെ പണ്ട് തെറ്റിപ്പോയി. ഇപ്പോഴത്തെ പണ്ട് തെറ്റിപ്പോയതൊക്കെ കല്യാണം കഴിക്കുന്ന പോയി ഒക്കെ വളരെ സൗന്ദര്യമുള്ള പെണ്ണായി ക്രീമൊക്കെ പറ്റി ഒരുക്കി വരുന്നതാണ്. കല്യാണത്തിനൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കുളിച്ചപ്പോ ഓള് കളത്തു ഇതൊക്കെ പോയി ക്രീമൊക്കെ പോയപ്പോ ഓള് ശരിയായ രൂപം വന്നപ്പോഴാണ് ഭർത്താവ് പറയുന്നത് വളരെ രൂപങ്ങളാണ് ഇങ്ങനെ പറ്റി ചതിക്കേണ്ട ആവശ്യമുണ്ടോ? ചതിക്കേണ്ട ആവശ്യമില്ല. രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, നിന്നെ തന്നെ നീ മോടിക്കൊണ്ടിട്ട് പറയാ ഞാൻ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് എന്നെങ്ങനെ ഞാൻ ഇങ്ങനെ കേൾക്കാനാണെങ്കിൽ ഞാൻ പോകും. മനസ്സിലായില്ല? ഒന്നങ്ങനെ. രണ്ടാമത് കൊണ്ട് ഞാൻ എന്ന് പറയുന്നത് തടങ്കരയിലെ ഒരു 10 റോഡുണ്ട്. ഈ 10 റോഡുകളിൽ പണി നടക്കാതെ ഒരാൾ പറയുന്നത് അതൊക്കെ ഞാൻ ശരിയാക്കിയതാണ്. ആദ്യം മറ്റൊന്ന് ഞാനാണ് അത് ശരിയാക്കിയത്. എല്ലാവർക്കും ഞാനാണ് പറഞ്ഞത് പറയാൻ പാടില്ല. ചെയ്യാതെന്ന് പറയാൻ പാടില്ല. ഞാനാണ് അങ്ങനല്ല. ചെയ്താൽ തന്നെ അത് വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ ആത്മാർത്ഥമായി ചെയ്തതാണെങ്കിൽ വിളിച്ചു പറയുക. അത് അല്ലാഹുവാണ് അറിയേണ്ടത്. അവനെ കൊടുക്കും. നിങ്ങളെ തന്നെ പറഞ്ഞു വരാക്കരുത്. ഞാൻ അനമൗലൂദ്, ഞാൻ എന്റെ മൗലൂദ്. അയാൾ ശരിയല്ല, അയാളെ അംഗീകരിക്കാൻ പറ്റൂല. അവിടെ തന്നെ വേറെ നിങ്ങളെ ശരീരങ്ങളെ അല്ലാഹു തആല തന്ന ഒരു മാർഗ്ഗമുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഈ സംഭവം എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കിഡ്നി സദഖ ചെയ്യാൻ പാടില്ല. നിങ്ങളെ അവയവങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് അല്ലാഹു തന്നതാണ്. അതില്ലാതെ ആഖിറത്തിൽ നീ ഒരുമിച്ച് കൂട്ടപ്പെടാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് മറ്റൊരാൾക്ക് ഹദിയ ചെയ്യാൻ പാടില്ല. ആ നിയമം പറഞ്ഞാൽ നമ്മളിപ്പോ വലിയ പ്രശ്നം അപ്പുറത്തുണ്ടാക്കി കിഡ്നി കൊടുക്കാനും കണ്ണ് കൊടുക്കാനും കാല് കൊടുക്കാനും കൈ കൊടുക്കാനൊക്കെ വലിയ ഒരു വല്ലാത്ത പ്രവർത്തനങ്ങൾ, നല്ല മോശമായ പ്രവർത്തനം എന്നാ പറയാ. അവനവന്റെ കയ്യിൽ അവനവനുള്ളതാണ്. നിന്റെ കണ്ണ് നിനക്കുള്ളതാണ്. നിന്റെ കിഡ്നികൾ നിന്റേതാണ്. നിന്റെ കാലുകൾ നിനക്കുള്ളതാണ്. അവയവദാനങ്ങൾ ചെയ്യാൻ പറ്റുമോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് പാടില്ല. അവയവദാനം ചെയ്യുക. നിനക്ക് വേണ്ടേ ആകത്ത് നടത്തണ്ടേ? ആകത്ത് കിതാബ് വെറുതെ കയ്യിൽ വാങ്ങണ്ടേ? ആകത്തിലെ നിന്റെ കണ്ണോണ്ട് കിതാബ് വായിക്കണ്ടേ? ഇത് കൊടുത്തു. അപ്പോഴും ഞാൻ അവസാനിപ്പിക്കാം. എന്തൊക്കെ വാങ്ങാൻ അപ്പൊ ആരുടെ ശരീരത്തിലേക്കോ നിന്റെ ഭംഗിയിലേക്കോ നിന്റെ രൂപത്തിലേക്കോ ഒന്നും പഠിച്ചോ പോകുന്നത് അല്ലാഹുവിന്റെ നോട്ടം കൽബിലേക്ക്. ആ കൽബ് ശരിയാണ്. ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. നിന്റെ കൽബിൽ ആരോടെങ്കിലും അസൂയയോ, ആരോടെങ്കിലും ദേഷ്യത്തോ, ആരോടെങ്കിലും ചുടിത്തോ, ആരോടെങ്കിലും പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വിഷമത്തോ എന്റെ കൽബ് നോക്കുന്നു. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന
ബിഖൽബിൻ സലീം സലീമായ കൽബുമായി അല്ലാഹുവിലേക്ക് വന്നവർക്ക് മാത്രമേ അവിടെ രക്ഷയുള്ളൂ. സലീമായ കൽബാവണം. ആ സലീമായ കൽബാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ റമദാനിൽ ചെയ്യേണ്ടത് ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്, സലീമാവാനുള്ള കാരണമാണ്. പട്ടിണി കിടക്കുന്നുണ്ട്, കൽബ് സലീമാവാനുള്ള കാരണമാണ്. അതിന്റെ പുറമെ പ്രധാനമായി ചെയ്യേണ്ടത് പാതിരാ സമയത്ത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം അല്ലാഹുവിന്റെ ശിക്ഷ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ എന്ന വാക്ക് ഉപയോഗിക്കൽ തീർച്ചയായും ഒരിക്കൽ പോലും അവൻ നടക്കൂല. തീർച്ചയായും നരകത്തിൽ കിടക്കൂല. അല്ലാഹുവിനെ പേടിച്ചിട്ട് ഒരിക്കലെങ്കിലും പൊട്ടിക്കരഞ്ഞവൻ നരകത്തിലേക്കില്ല. അതിന് കഴിയണം. ഒറ്റ വട്ടം കരഞ്ഞാൽ മതി. പക്ഷേ അല്ലാഹുവിനെ പേടിച്ചിട്ടാവണം എന്ന് മാത്രം. ليس شيء أحب إلى الله من قطرتين وأثرين. ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മനുഷ്യനിൽ തെറിച്ചു പോകുന്ന തുള്ളികൾ, ഒന്നെങ്കിൽ കണ്ണനയത്തുള്ളി അല്ലെങ്കിൽ രക്തത്തുള്ളി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിന്റെ പാടുകൾ അല്ലെങ്കിൽ സുജൂദ് ചെയ്ത അടയാളങ്ങൾ. ഈ 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ഹദീസാണ് ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹ്. ലോകത്തെ പടച്ചറപ്പിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4 വസ്തുക്കളാണ്. ഖത്തറത്തൈൻ വഅഥറൈൻ, 2 തുള്ളികളും 2 അടയാളങ്ങളുമാണ്. ആദ്യം പറഞ്ഞ ഖത്തറത്തു ദമ ഖത്തറത്തു ദുമൂഇ മിൻ ഹസിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അതിനോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒന്നും ലോകത്തില്ല. അതിന് പടച്ചാൽ കൊടുക്കുന്ന പ്രതിഫലത്തെ അറിയോ? നരകത്തിൽ കിടക്കാതിരിക്കലാണ്. ഒറ്റ അത് പഠിച്ചോനെ പഠിച്ചോണ്ടാണ്. ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യൻ മരണപ്പെടുന്നേരോ മക്കളെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്തെന്ന മക്കളെ എന്നെ പള്ളിക്കാട്ടുകൊണ്ട് മറവയ്യരുത്, ഞാൻ കത്തിച്ചിട്ട് ഭസ്മം പകുതി സമുദ്രത്തിൽ ഒഴുക്കണം, ബാക്കിയുള്ള പകുതി അന്തരീക്ഷത്തിൽ പകരണം. ഇതിന് അയാൾക്ക് വിവരമില്ല, ഒരവരെ ചെയ്തിട്ടില്ല. അയാളെല്ലാവരും അങ്ങനെ ചെയ്താല് പഠിച്ചവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടാൻ കഴിയില്ല. മുസ്ലിം റിപ്പോർട്ട് മക്കളെന്ത് ചെയ്ത ആൾ കഴിച്ചപ്പോ പാപ്പാന്റെ വസിയത്ത് അങ്ങനെ കഴിച്ചു. മുമ്പേ കഴിച്ചു, ഭസ്മെടുത്ത് പകുതി കടലിനുള്ളിൽ കയറ്റി, പകുതി അന്തരീക്ഷത്തിൽ കൊടുത്തു. ആ മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ ഒരു സേവം ചെയ്തിട്ടില്ല. ആരോട് ചോദ്യം, നീ എന്തിനാണ് മരണപ്പെടുമ്പോഴേ മക്കളോട് ഇങ്ങനെ ചെയ്യാൻ ഏൽപ്പിച്ചത്? അയാൾ പറഞ്ഞ വാക്ക് മിൻ ഖസിയതിക യാ റബ്ബി, മിൻ ഖസിയതിക യാ റബ്ബി. എന്നെ ഞാനും നിന്റെ മുമ്പിൽ ഹാജരാക്കിയാൽ യുഅദ്ദിബുനി അദാബല്ലാ തുഅദ്ദിബുഹു അഹദാ. നീ ഒരാളെയും ശിക്ഷിക്കാത്ത രീതിയിലുള്ള ശിക്ഷ എനിക്ക് തരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ടേ ഞാൻ അങ്ങനെ മക്കളോട് കൽപ്പിച്ചു. അയാളോട് ഇത് പോയി സ്വന്തത്തിൽ ഒറ്റ
പോറിയപ്പോൾ കണ്ണ് നിറയാം, എന്നാൽ അതാണ് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന കണ്ണുനീർ തുള്ളിയോളം പടച്ചറപ്പിന് ഇഷ്ടമുള്ള ഒന്നുമില്ല. രണ്ടാമത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് മനുഷ്യന്റെ പോർക്കളത്തിൽ യോദ്ധാവിന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന രക്തത്തുള്ളികളെ, ആ രക്തത്തുള്ളികളെക്കാൾ ബദർ എത്ര സഹാബികൾ രക്തത്തുള്ളികൾ വീണു, ആ രക്തത്തുള്ളികളെക്കാൾ അല്ലാഹുവിന്റെ ഇഷ്ടം മുഅ്മിനായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികൾ കാണാൻ എന്റെ ഹബീബ് റസൂലുള്ളാഹി. പിന്നെന്റെ വഅഖറു ഫീ സബീലില്ലാഹി വഅഖറു ഫീ ഫരീദത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ശത്രുവിന്റെ അസ്ത്രം കൊണ്ടു വീണ സ്ഥലം, ശത്രുവിനോട് വെട്ടുകിട്ടിയ സ്ഥലം, ആ പാടുകൾ കാണുമ്പോൾ പടച്ചറപ്പിന് വല്ലാത്ത ഇഷ്ടമാണ്. നിബിധങ്ങൾക്ക് കാവൽ നിന്നിട്ട് ശരീരത്തിന്റെ മുൻഭാഗത്ത് മാത്രം 99 ഫലം മുറിവുകൾ ഒരു സഹാബിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവരവരുടെ സ്ഥാനങ്ങൾ എത്രയായിരിക്കും? ഒരസ്ത്രം വരുമ്പോൾ നിബിധങ്ങളിലേക്ക് എത്താതിരിക്കാൻ ശരീരം പരിചയാക്കി കൊടുക്കും. ഞാൻ കഷ്ടമായി ഞാൻ മരിച്ചു പോയാലും എന്റെ ഹബീബായ മുത്തനബിയുടെ ശരീരത്തിൽ ഒരു പോറലേറ്റാൽ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സഹാബികൾ സ്വർഗ്ഗത്തിലേക്ക് പോയില്ലേ? ആ അടയാളങ്ങളോട് അല്ലാഹു വലിയ ഇഷ്ടമാണ്. അതുപോലെ നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകൾ പടച്ചോന് വലിയ ഞാൻ പറഞ്ഞത് ഒരിക്കലും മനസ്സറിഞ്ഞ് അല്ലാഹുവിനെ മാത്രം ഓർത്ത് പടച്ചോനെ പേടിച്ചിട്ട് അവന്റെ നരകത്തെ കുറിച്ച് അറിഞ്ഞിട്ട് ഒറ്റ വട്ടം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിക്കാൻ എനിക്ക് സാധിച്ചാൽ ആ മനുഷ്യൻ നരകത്തിൽ കിടക്കൂല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതൊക്കെ നോമ്പ് കൊണ്ട് ലൈലത്തുൽ ഖദർ കൊണ്ടൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടത് കൽബുണ്ടാക്കാനുള്ള ശ്രമം. ഖുർആൻ കഴിയുന്നത്ര ബോധ്യം അങ്ങനെ ഓരോരുത്തരുടെ കൽബത്തലീ ദോഷം ചെയ്യുന്നതനുസരിച്ച് കസ്വത്തിന് കൽപ്പുണ്ടാവും. അതിങ്ങനെ ഓർച്ചു ഈ ഓർച്ച കൽപ്പിനെ നേരെയാക്കാൻ എന്താണ് അത് വൃത്തിയാക്കാനുള്ള മാർഗം ചോദിച്ചപ്പോഴേ ഒന്ന് ഖിറാഅത്തുൽ ഖുർആനാണ്, രണ്ട് ദിക്റുൽ മൗത്ത്. ഖുർആൻ ഓതുന്ന കൽബ് ആ കസ്വത്തൊക്കെ മാറി നല്ല കൽബാകും. അതോടുകൂടി കൽബിൽ ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് മരിച്ചു പോകുന്ന ചിന്ത. ആ ചിന്ത മനുഷ്യന്റെ കൽബ് നന്നാക്കുന്ന ഏറ്റവും നല്ല ബലമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുന്ന ഓർക്കേണ്ട എത്ര മനുഷ്യന്മാരെ പലപ്പോഴും തന്നെ മരിച്ചു. ഈ റമളാനിലൊക്കെ ഇത്തികാഫിൽ കരുതി ഒരു കാരണമല്ല മരിച്ചു കഴിഞ്ഞു കൊണ്ട് മരിച്ചു, വെറുതെ കൊണ്ട് മരിച്ചു. അങ്ങനെ ഒരു ചിന്തകളൊക്കെ മനസ്സിൽ വരാൻ അതിനുള്ളൊരു മാർഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാവുന്ന വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ സഹാബത്തിന് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഓരോ അസറിന്റെ പള്ളിയിൽ കയറിയാൽ സൂര്യൻ കുറിച്ചതിന്റെ ശേഷം പള്ളിയിൽ ഇറങ്ങാറുണ്ടായിരുന്നു. നോമ്പ് നോക്കാണ്ട് അത്താഴത്തിൽ അതിലൊരു കുട്ടി വെള്ളം കുടിച്ചപ്പോഴല്ലോ അത് കഴിഞ്ഞാൽ അസർ
നേരത്തെ പറഞ്ഞു പള്ളിയിൽ കിടന്ന് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യാം, പള്ളിയിൽ കിടന്ന് കഴിഞ്ഞിട്ട് ഗെയിം കളിക്കാം, പള്ളിയിൽ കിടന്ന് കഴിഞ്ഞിട്ട് സിനിമ കാണാം. അങ്ങനത്തെ ഒറ്റ വീട്ടിക്കാതിരിക്കാൻ വേണമെന്നില്ല. അതുപോലെ പോയിട്ട് കണ്ണ് കണ്ടിട്ട് സിനിമ പള്ളി നിന്നിട്ട് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്ത് സൃഷ്ടികളുമായുള്ള സർവബന്ധങ്ങളും ഈ 10 ദിവസം ഉപേക്ഷിക്കുക. അതിപ്പോൾ ഉപേക്ഷിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, പുരയില് കാപ്പാട് കേൾക്കുക, ഇത്തിക്കാതിരിക്കുക. അത് നടക്കൂല ഉസ്താദേ. അല്ലാഹു നാഫിയായിലേക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ ഏറ്റിത്തരുമാറാകട്ടെ. ഒരു മുഹ്സനത്തുൽ റബ്ബി സല്ലല്ലാഹു